ഉണ്ട്. അവിടെ പ്രധാനമന്ത്രിയുടെ ചിത്രം അഗ്നിക്കിരയാക്കുകയാണ്. അവിടെ ആം ആദ്മി പാർട്ടി സ്റ്റോപ്പ് മോദി രാജ് എന്ന് എഴുതിയിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രം അതിന് അഗ്നിക്കിരയാക്കുകയാണ് അവിടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്ത് ഇടതുപക്ഷ യുവജന സംഘടനകൾ ജനാധിപത്യ സംരക്ഷണം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നു തിരുവനന്തപുരത്ത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാൻസാറും. ഡൽഹിയിലെ സംഭവ വികാസങ്ങൾ മൊത്തമായി നമുക്ക് എത്തിക്കാൻ ബൽറാം നെടുങ്ങാടി, നിതിൻ അംബുജൻ എന്നിവരും നമ്മളോടൊപ്പം ഈ ഘട്ടത്തിലുണ്ട്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ചിത്രം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി പ്രവർത്തകർ. സൂരജ്, വിവരങ്ങൾ തരൂ. अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, अरविंद केजरीवाल जिंदाबाद, मोदी मोदी मुर्दाबाद, मोदी मोदी. സോംനാഥ് ഭാരതി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 20 മിനിറ്റിനകം കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ്. പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വ്യക്തത, സുപ്രീം കോടതിയിൽ ഒരു അടിയന്തര വാദം കേൾക്കലിനുള്ള അനുമതിയില്ല, നാളെ ആയിരിക്കും കോടതി പരിഗണിക്കുക എന്നുള്ള ഇപ്പോഴൊരു വ്യക്തത ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രതികരണം നേരത്തെ വന്നിരുന്നു. ശക്തമായി അപലപിച്ചുകൊണ്ടാണ് ഈ വിഷയത്തോട് ഇന്ത്യ മുന്നണി പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ തൃശ്ശൂരിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം അഗ്നിക്കിരയാക്കുന്നതാണ്. അവിടെ നിന്നും സൂരജ് സജി നമ്മളോടൊപ്പമുണ്ട്. സൂരജ്, പറയൂ. വലിയ പ്രതിഷേധമാണ് തൃശ്ശൂരിലും ഉയർന്നിരിക്കുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ബി.ജെ.പിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് ആ മാർച്ച് ഈ സ്വരാജ് റൗണ്ടിൽ തന്നെ ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അത് മറികടന്നുകൊണ്ട് ഈ ബി.ജെ.പി ഓഫീസിന് അടുത്തേക്കെത്തി ബി.ജെ.പി ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഈ സമയം ബി.ജെ.പി പ്രവർത്തകർ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 10 മിനിറ്റ് നേരം ഇവർ ബി.ജെ.പി ഓഫീസിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് പോലീസ് ഉൾപ്പെടെ ചർച്ച ചെയ്ത് അനുനയിപ്പിച്ചാണ് ഇവരെ പിന്നീട് ബി.ജെ.പി ഓഫീസിന് മുന്നിൽ നിന്ന് മാറ്റിയത്. ആ സമയത്തേക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ബി.ജെ.പി പ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് സംഘടിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പോലീസിന്റെ സമയോചിതമായ ഒരു ഇടപെടൽ അത് മാത്രമാണ് ഈ സംഘർഷത്തിലേക്ക് പോകാതെ ഈ പ്രതിഷേധത്തെ കൊണ്ടുവന്നത്. എന്തായാലും ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റി എത്തിയ പ്രതിഷേധം ഇപ്പോൾ ഈ കോർപ്പറേഷന് മുന്നിൽ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാളെയും ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ശക്തമായ പ്രതിഷേധമായിരിക്കും. തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ്. നാളെ ഞങ്ങൾ വീണ്ടും 10:00 വീണ്ടും പ്രതിഷേധം നടത്തുന്നു. എല്ലാ മണ്ഡലങ്ങളിലും വൈകിട്ട് പന്തം കൊളുത്തി പ്രകടനവും മറ്റനുബന്ധപ്പെട്ട പ്രോഗ്രാംസും ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു അലയോട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം ജനാധിപത്യത്തിന് ഏറ്റവും കശാപ്പ് ചെയ്യുന്ന ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 10 വർഷം ജനക്ഷേമപരമായ പരിപാടികൾ നടത്തി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങളുടെ സേവകനായി മാറിയപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത മോദി തൻ്റെ ED ഉപയോഗിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതിയോഗികളെയും മുഴുവൻ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലൂടെ പോകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കാണിക്കുന്ന ഹിംസ, ജനാധിപത്യത്തിന് മേലുള്ള ഈ കടന്നുകയറ്റം ജനങ്ങൾ തീർച്ചയായും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ തീർച്ചയായും ഈ വരുന്ന ഇലക്ഷനിലും ഇതിന്റെ റിഫ്ലക്റ്റിംഗ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രവർത്തകരെല്ലാവരും വലിയ സങ്കടത്തിലൊക്കെയാണോ? പ്രവർത്തകർക്ക് ഒരു സങ്കടവുമില്ല. ആവേശഭരിതരായി ഒരു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ 1000 കെജ്രിവാൾ ഉണരുന്ന തരത്തിലേക്ക് ഈ ആം ആദ്മികൾ മുന്നോട്ട് പോകുമെന്നതിന് ഒരു തർക്കവുമില്ല. ഇത് ജനാധിപത്യത്തിന് ഇങ്ങനെ വരുമോ? ഈ സമയത്ത് ഇവിടെ ഇത്രയും ആൾക്കാർ വന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിൽ, അതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ കാണുന്ന പ്രതിഷേധം തിരുവനന്തപുരത്തെ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ആം ആദ്മി പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അതിൽ നമ്മൾ കാണുന്നത് കേരളത്തിലെ തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമുള്ള പ്രതിഷേധങ്ങളാണ്. തിരുവനന്തപുരത്ത് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം MA ബേബിയുടെ നേതൃത്വത്തിൽ നേരത്തെ നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു നീക്കമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ കേന്ദ്ര സർക്കാർ BJP നടത്തിയിരിക്കുന്നത് എന്ന് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. വിവരങ്ങൾ അല്പസമയത്തിനകം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം തെരുവിൽ കാണാം. പ്രവർത്തകർ
പന്തം കൊളുത്തി പ്രകടനവുമായി നഗരം ചുറ്റുകയാണ്. തൃശ്ശൂരിൽ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയ പ്രവർത്തകർ പിന്നീട് തൃശ്ശൂർ നഗരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിച്ചു. തിരുവനന്തപുരത്ത് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം, ഒരു ഭാഗത്ത് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ED ആസ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ആയിരിക്കും വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം രജിസ്ട്രാർ ജനറൽ, സുപ്രീം കോടതി രജിസ്ട്രാർ ജനറൽ അനുവദിച്ചിട്ടില്ല. നാളെ വെള്ളിയാഴ്ചത്തേക്ക് ഹർജി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വന്ന അറിയിപ്പ്. അതായത് നാളെ ഒരു റെഗുലർ ബെയിൽ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ഇന്ററിം ഹർജി എന്ന നിലയിലോ ഇടക്കാല ഹർജി എന്ന നിലയിലോ ആവശ്യം പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിൽ ഒട്ടുമിക്ക പ്രവർത്തകരെയും പിന്നീട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ പൊതുവെ സമാധാനപരമാണ് ഡൽഹിയിലെ സാഹചര്യം. പ്രവർത്തകരെ ഒട്ടുമിക്ക പേരെയും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ ഡൽഹി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ തെരുവിൽ പ്രതിഷേധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ വളരെ കടുത്ത ഭാഷയിൽ ED നടപടി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്.